വിജിൻ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇന്ന് 3 സമരങ്ങൾ അരങ്ങേറിയിരിക്കുന്നു കേരളത്തിൽ. ആ 3 സമരങ്ങളും നമ്മളോട് നേരിട്ട് പറയുന്നതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, ഒരുപാട് സന്ദേശങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ ആമുഖത്തിൽ പറഞ്ഞത്. ആശാ അങ്കണവാദി സമരങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് മുന്നിലെ യഥാർത്ഥ കുറ്റവാളി കേന്ദ്ര സർക്കാരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനുള്ള പണം മുടക്കുന്നു. അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കേരള സർക്കാരിനെതിരെ മാത്രം ഉയർത്തി SUCI ഒരു സമരം തുടങ്ങുന്നു. അതിനോട് കോൺഗ്രസും BJPയും ചേരുന്നു. പിന്നാലെ SUCയുടെ അതേ മാതൃകയിൽ കോൺഗ്രസും ഒരു സമാന്തര സമരം ഇന്നിതാ തുടങ്ങി വയ്ക്കുന്നു. ഒരു വേട്ടമാനെ ഒരു പുലി കുറേ നേരം ഓടിക്കുന്നു. ആ പുലി തളരുമ്പോൾ, മാനും തളരുന്നുണ്ട്, മറ്റൊരു പുലി ഓടിക്കുന്നു. ആ പുലി തളരുമ്പോൾ വേറൊരു പുലി വരുന്നു എന്നതുപോലെ കാട്ടിലെ വേട്ടയിൽ കാട്ടുമൃഗങ്ങൾ കൈയാളുന്ന ഒരു തന്ത്രം ആയി ഇതിനെ വിലയിരുത്തുകയാണ് ഞങ്ങൾ. അങ്ങനെ സമരത്തിലുള്ള പാവങ്ങളായ ആശാ അങ്കണവാടി തൊഴിലാളികളെ മാപ്പ് സാക്ഷികളാക്കിക്കൊണ്ട്, സ്ത്രീകളെ മനുഷ്യപരിചകളാക്കിക്കൊണ്ട് BJP തുടങ്ങി SUCI ഏറ്റെടുത്ത് കോൺഗ്രസ് പൂർത്തിയാക്കുന്ന ഒരു രാഷ്ട്രീയ പദ്ധതി കേരളത്തിൽ അരങ്ങേറുന്നു എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. താങ്കളുടെ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ? വിജിൻ. തീർച്ചയായും അങ്ങ് പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ തന്നെ 2 ഭാഗങ്ങളായിട്ട് ഇതിനെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി രാജ്ഭവന് മുന്നിലും മണ്ഡലാടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള കേന്ദ്രത്തിനെതിരായ ന്യായമായ മുദ്രാവാക്യം വെച്ചുകൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭം. രണ്ടാമത്തെയും മൂന്നാമത്തെയും സമരങ്ങൾ അങ്ങിവിടെ സൂചിപ്പിച്ചു. സമരങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്ത് തീർച്ചയായും സമരങ്ങളെ അടിച്ചമർത്തേണ്ടതില്ല, സമരം ചെയ്യാൻ അവകാശമുണ്ട്, സമരങ്ങളെ മാനിക്കുന്നു. പക്ഷേ ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും സമരം അത് സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല നടക്കേണ്ടത്, അത് നടത്തേണ്ടത് പാർലമെൻറ്റിന് മുന്നിലാണ്. പാർലമെൻറ്റിന് മുന്നിൽ എന്ന് പറഞ്ഞാൽ ജന്തർ മന്ദിറിൽ നമുക്ക് സമരം നടത്താം, നമുക്ക് ഒരുമിച്ച് പോവാം. അതാണ് കേരളത്തിൻ്റെ ബഹുമാനിയായ ആരോഗ്യവകുപ്പ് മന്ത്രിയും പറഞ്ഞത്. ഈ സമരം ഡൽഹിയിലാണ്, നമുക്ക് ഒരുമിച്ച് പോവാം. കാരണം ഒരു ഘട്ടം ഞങ്ങളെല്ലാം പോയതാണല്ലോ, അന്ന് കോൺഗ്രസ് വന്നില്ല, BJPക്ക് അനുകൂലമായ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനോട് നിങ്ങളാണല്ലോ ഈ SUCI നടത്തുന്ന നാടകത്തിലും നിങ്ങൾ ചേർന്നിട്ടാണ്, കോൺഗ്രസും ചേർന്നിട്ടാണ്. അതിൽ ബഹുരസം എന്ന് പറയുന്നത് BJPയെ കൂടി ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആർക്കെതിരായിട്ടാണോ സമരം നടത്തേണ്ടത് ആ ആളുകൾ കോൺഗ്രസും BJPയും SUCIയെല്ലാം ചേർന്നുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു രാഷ്ട്രീയ നാടകം കളിക്കുന്നു. മറ്റൊന്ന്, ഇന്ന് ആരംഭിച്ച അങ്കനവാടി വർക്കേഴ്സിൻ്റെ സമരം. ഞാൻ മുദ്രാവാക്യ യഥാർത്ഥത്തിൽ നോക്കിയിട്ടില്ല, പക്ഷേ മുദ്രാവാക്യം നുണയായിരിക്കും, ഒരു പച്ചയായ കള്ളമായിരിക്കും എന്ന യാഥാർത്ഥ്യത്തിൽ തന്നെയാണ് ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ വന്നത്. കാരണം ന്യായമായ സമരമായിരുന്നെങ്കിൽ അതും നടത്തേണ്ടത് ഡൽഹിയിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെ രണ്ടാമത്തെ ഭാഗം കാണേണ്ടത്, ഒന്ന്, ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ BJPയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധരായ ഒരു കൂട്ടം, അത് വേണമെങ്കിൽ നമുക്കൊരു മഴവിൽ സഖ്യം, നമ്മൾ നേരത്തെ വിളിക്കുന്ന ഒരു മഴവിൽ സഖ്യം എന്ന് പറയാം. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, അതിതാ മൂന്നാമതും ഒരു ഗവൺമെൻറ് ഉണ്ടാകാൻ പോകുന്നു. കേരളത്തിൽ തുടർഭരണം അത് ആവർത്തിക്കാൻ വേണ്ടി പോകുന്നു. 3.0 ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകൾ വരാൻ വേണ്ടി തുടങ്ങി. ജനങ്ങൾ അത് ആരെങ്കിലും ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ല, പിണറായി സർക്കാരിൻ്റെ തുടർച്ച ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ആ ഒരു ഘട്ടത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ഏത് നുണക്കഥകളും പ്രചരിപ്പിക്കുക, അങ്ങനെ ആ നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആ നുണക്കഥകളുടെ പ്രചരണത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം വലതുപക്ഷ മാധ്യമങ്ങളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് കൂടിയാക്കി മാറ്റുക എന്നതാണ് കോൺഗ്രസും SUCIയും BJPയും അതിനപ്പുറമുള്ള എല്ലാ സംഘടനയും വരാനിരിക്കുന്നുണ്ടല്ലോ, ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, SDPI ഉണ്ട്, എല്ലാവരും കൂട്ടുകൂടിക്കൊണ്ടുള്ള ഈ സഖ്യം കരുതിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാണ് എന്നതുകൂടി ഇക്കൂട്ടർ തിരിച്ചറിയേണ്ടതായിട്ടില്ലേ? ആശാ സമരത്തിൻ്റെ യാഥാർത്ഥ്യം എന്താ? ആശാ സമരത്തിൽ ഈ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത്, ആശ എന്നതേ ഒരു കേന്ദ്ര പദ്ധതിയാണ്. ആ കേന്ദ്ര പദ്ധതി 2005 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് മുതൽ നാം നോക്കുക, UDF സർക്കാരാണല്ലോ 2005 ആൻ്റണി സർക്കാരാണ് കേരളം ആൻ്റണി മാറി ഉമ്മൻചാണ്ടി സർക്കാർ, ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്നൊരു ഘട്ടമുണ്ട്.
2005 ഈ ആശമാരെ പ്രവർത്തനം തീരുമാനിച്ചതിന് ശേഷം UDF നടപ്പിലാക്കാൻ പോലും തയ്യാറായില്ല. പിന്നീട് 2006 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ആശാ വർക്കർമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മേഖലയിൽ വളരെ സജീവമായി ഇടപെടൽ ഉണ്ടാക്കുന്നത്. എപ്പോഴും ഞാനിപ്പോൾ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുന്നേ, കാരണം ഒന്നുകൂടി ഒരു ആശാ വർക്കറോടൊന്ന് സംസാരിച്ച് കളയാം. ഡോക്യുമെൻ്റൊക്കെ ഉണ്ട്, എങ്കിലും ഒരു ആശാ വർക്കറോട് സംസാരിച്ച് കളയാം. ആശമാരെ കുറിച്ച് കൂടിയാണല്ലോ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഞാൻ ഫോൺ വിളിച്ച ഉടനെ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ചർച്ചയുണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിച്ച് കളയാം, കാരണം അനുഭവസ്ഥ നിങ്ങളാണല്ലോ. അപ്പോൾ വളരെ സന്തോഷത്തോട് പറയുകയാണ് 10,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. 10,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. വളരെ സന്തോഷത്തിലാണ് ആ ആശാ വർക്കർ എന്നോട് സംസാരിച്ചത്. കാരണം എൻ്റെ നാട്ടിലുൾപ്പെടെ ആ വാർഡിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ആശാ വർക്കറെ കൂടിയാണ് വിളിച്ചത്. അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞു. അപ്പോൾ അവർ പറയുക, ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഗതി എന്താകുമായിരുന്നു എന്നാണ് ആശാ വർക്കർമാർ പറയുന്നത്. അതുകൊണ്ട് ഈ കുറച്ച് ആളുകളെ രാഷ്ട്രീയ നാടകത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുത്തിയിട്ട് കോൺഗ്രസും BJPയും ഒന്ന് തെറ്റിദ്ധരിച്ച് പോകരുത്, SUCയും തെറ്റിദ്ധരിച്ച് പോകരുത്. മുഴുവൻ ആശാ വർക്കർമാരുടെ വികാരമാണ് അവർ പങ്കുവെക്കുന്നത് എന്ന്. ആശാ വർക്കർമാർ സന്തോഷത്തിലാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പിണറായി സർക്കാർ, അവർക്ക് ഓണററി 7,000, ഇൻസെൻറ്റീവ് 60:40 കേരളം. ആ ഇൻസെൻറ്റീവ് ഉൾപ്പെടെ 10,000 രൂപ കൊടുക്കുന്നു. 13,500 രൂപ വരെ വാങ്ങിക്കുന്ന ആശമാരുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ്. ഞാനിന്ന് അവരോട് സംസാരിച്ചപ്പോൾ, ആശാ വർക്കറോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, എൻ്റെ വാർഡിൽ, എനിക്ക് ചുമതലയുള്ള വാർഡിൽ പ്രസവത്തിൻ്റെ എണ്ണം കൂടുമ്പോൾ എനിക്ക് തുക കൂടും. അതൊരു ഗവൺമെൻറ് ആശുപത്രിയിൽ നടന്ന 600 രൂപ കിട്ടും, പ്രൈവറ്റിലാണെങ്കിൽ 300 രൂപ കിട്ടും. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നാണ് അവർ പറയുന്നത്. അവർക്ക് 13,200 രൂപ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന, നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആശാ വർക്കർ. അവർ പറഞ്ഞു ഞാൻ പൂർണ്ണ സംതൃപ്തയാണ് ഈ മേഖലയിൽ എന്നുള്ളതാണ്. അവരും ചില ആവശ്യങ്ങൾ ഗവൺമെൻറ്റിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ ആശമാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കേരള സർക്കാർ ഇടപെട്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളം ആശമാരെ ചേർത്ത് വെക്കുന്ന. മറ്റേത് സംസ്ഥാനമുണ്ട്? ചർച്ചയിൽ വരുമ്പോൾ നമുക്ക് സംസാരിക്കാമല്ലോ. ഇതുപോലെ നൽകുന്ന മറ്റേ സംസ്ഥാനം, അതുപോലെ അംഗനവാടി, ഞാൻ അതും ഒരു അംഗനവാടി വർക്കറെ വിളിച്ചിട്ടാണ് ചർച്ചയിൽ വന്നത്. ഞാൻ കുറച്ച് ഡാറ്റയൊക്കെ കേരള നിയമസഭയിൽ തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കൊടുത്ത മറുപടിയുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം 10/3/2025 അധിക ധനസഹായം 10 കോടി രൂപ. ബജറ്റിൽ 9 കോടിക്ക് പുറമെ ബാലഗോപാൽ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി പ്രഖ്യാപിച്ചത് ദിവസങ്ങളെ ആയിട്ടുള്ളൂ, വിരലെണ്ണാവുന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഞാനൊരു അംഗനവാടി വർക്കറെയും വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു UDFൻ്റെ കാലത്ത് വർക്കർക്ക് കിട്ടിയത് 4,000, ഹെൽപ്പർക്ക് കിട്ടിയത് 2,500. 2016 നമ്മുടെ ഗവൺമെൻറ് വന്നു, അത് 10,000 ആക്കി. അതോടൊപ്പം തന്നെ ഹെൽപ്പർക്ക് 7,000 ആക്കി. ഇപ്പോഴത്രേ ഇന്ന് ആ തുക വർക്കർക്ക് 13,000, ഹെൽപ്പർക്ക് 9,000. നോക്ക്, ഇതുപോലെ ഞാൻ ആയിക്കോട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് ഞാനിതൊരു അംഗനവാടി വർക്കറെ നേരിട്ട് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവർ പറഞ്ഞ കണക്കാണ്, ഗവൺമെന്റിന്റെ കണക്കിലേക്ക് നമുക്ക് പോവാം. അവർ പറഞ്ഞൊരു കണക്കിനെയാണ് ഞാൻ ജനതയുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇത് ജനകീയമായ ഒരു സർക്കാർ, കേരളത്തിലെ സർക്കാർ ഏറ്റെടുക്കും. നിങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കേണ്ട, ഇവിടെ കോൺഗ്രസിന്റെയും മറ്റു പ്രതികൾ വരാനുണ്ടല്ലോ. നിങ്ങളെന്താ ധരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുറച്ചാളെ കൊണ്ടിരുത്തി നാടകം കളിച്ചാൽ ആ നാടകത്തിലേക്ക് BJPയുടെ കേന്ദ്രമന്ത്രിയായ കേരളത്തിന് വേണ്ടി ഒരു അക്ഷരമിണ്ടാത്ത ഒരു കേന്ദ്രമന്ത്രി വന്ന് കുറച്ച് സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് പറഞ്ഞു പോയാൽ അങ്ങ് കേരളത്തിൻ്റെ ജനമനസ്സ് മുഴുവൻ ഇതിനോട് ചേർന്നാണെന്ന് ധരിച്ചു പോകരുത്. നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യണം. ആർക്കെതിരെ? അത് കേന്ദ്രത്തിനെതിരായിട്ടാണ്. ആ കേന്ദ്രത്തിൻ്റെതായ സമരത്തെ ശക്തിപ്പെടുത്തണം. അതാണ് കേരളത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കേരളത്തിലൂടെ സമരത്തിന് നേതൃത്വം കൊടുത്തത്.